ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ദ നേച്ചർ ഓഫ് സോഷ്യൽ സർവീസ് വാസ് ദാറ്റ് ഓഫ് ചാരിറ്റി. അതായത് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ വേദങ്ങളായിട്ടുള്ള ഋഗ്വേദത്തിലൊക്കെ ചാരിറ്റി ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ കൂടാതെ ഉപനിഷത്തുകളിലും ചാരിറ്റി ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്ക് മനസ്സിലാവുന്നത് ചാരിറ്റി ചെയ്യുക, അതായത് പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ വേദിക് കാലഘട്ടങ്ങളിൽ യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. യജ്ഞങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള മാസ് റിച്വൽസ് ആണ്. ഈ റിച്വൽസിൻ്റെ സമയത്ത് ഒരുപാട് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. എല്ലാ ആൾക്കാരും ഈ ഒരു റിച്വൽ നടക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള റിച്വൽസ് നടത്തുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദെൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ദ പ്രിവിലേജ്ഡ് ക്ലാസ് ഹാസ് മോറൽ ഡ്യൂട്ടി ടു സെർവ് ദ പുവർ. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വിച്ച് മീൻസ് ഹൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലുള്ളവർ, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ ഇവരുടെ മോറൽ ഡ്യൂട്ടിയാണ് സാധാരണക്കാരെയും അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെയും സെർവ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ സ്വന്തം എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് സാധാരണ ആൾക്കാരെയും പാവപ്പെട്ടവരെയും സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. മനസൂത്ര സേസ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു ഫീഡ് ഹിസ് ഗസ്റ്റ് ഫസ്റ്റ് ദെൻ ഹിസ് സെർവൻസ്. അതായത് ആദ്യം അതിഥികളെ സൽക്കരിക്കുക, അതിനുശേഷം സെർവൻസ്, അതിനുശേഷം മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് മനുസൂത്രയിൽ പറയുന്നത്. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലെല്ലാം തന്നെ പറയുന്നത് ചാരിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു സെൻസ് ഓഫ് സുപ്പീരിയറിറ്റി കാണിക്കരുത്. നമ്മൾ ആർക്കാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നമ്മളൊരു ഡോമിനേഷൻ ഒരിക്കലും കാണിക്കരുത്. നമ്മൾ ആർക്കാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവരോട് നമ്മൾക്കൊരു റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഹെൽപ്പുകൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇങ്ങനത്തെ ചാരിറ്റികൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഗിൽഡ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ആണ്. ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ ഈ ഗിൽഡുകളാണ് എക്കണോമിക് ആൻഡ് വെൽഫെയർ ഫങ്ഷൻസ് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഗിൽഡുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 300 BCയിൽ മഗധയിലെ കിങ് ആയിരുന്നു ഭീംസാര. ഭീംസാരയാണ് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഭീംസാര അഗ്രികൾച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടും റോഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുള്ളൊരു രാജാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കറപ്ഷൻ ചെയ്യുന്ന ഓഫീസേഴ്സിനും ക്രൂവൽറ്റി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അശോക രാജാവിൻ്റെ സമയത്തും ഇതുപോലെയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ വെൽഫെയർ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ സൂപ്രണ്ടുമാരെ അശോക ചക്രവർത്തി വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിസണേഴ്സിൻ്റെ വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷണേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റമാണ് അശോക രാജാവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. സോഷ്യൽ വെൽഫെയർ വിച്ച് ഇൻക്ലൂഡ് വുമൻസ് വെൽഫെയർ, റിഹാബിലിറ്റേഷൻ ഓഫ് പ്രിസണേഴ്സ്, റൂറൽ ഡെവലപ്മെൻറ്റ്, ഫ്രീ മെഡിക്കൽ കെയർ, റെഗുലേഷൻ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവിഷൻ ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് ലൈക്ക് റോഡ്, റെസ്റ്റ് ഹൗസസ് ഫോർ ട്രാവലേഴ്സ്, വെൽസ് എക്സെട്ര. പിന്നെ ഏകദേശം 78 AD ഒക്കെ ആവുന്ന സമയത്ത് കനിഷ്ക രാജാവിൻ്റെ ഒരു ടൈം പീരീഡ് ആയിരുന്നു. കനിഷ്ക രാജാവും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു രാജാവായിരുന്നു. കനിഷ്ക രാജാവ് ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും മൊണാസ്ട്രീസും സ്തൂപങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഡൊണേഷൻസ് കൊടുക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിസ്റ്റ് വിഹാരങ്ങൾ അല്ലെങ്കിൽ മൊണാസ്ട്രികൾ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്പ് നീഡി പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കനിഷ്ക രാജാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഒരുപാട് ഡൊണേഷൻസ് കൊടുക്കും. അതിനുശേഷം ഇന്ത്യയിൽ ഗുപ്ത ഡൈനാസ്റ്റിയുടെ കാലഘട്ടമായിരുന്നു. ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരാണ് ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്.
എല്ലാ ജനങ്ങളുടെയും വെൽഫെയർ ഉറപ്പുവരുത്തുക, നല്ല രീതിയിലുള്ളൊരു വെൽ ഗവേൺഡ് എംപയർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗുപ്ത ഡൈനാസ്റ്റിയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. 606 AD സമയത്ത് ഹർഷവർദ്ധനായിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഹർഷവർദ്ധൻ രാജാവ് ഒരുപാട് ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ്, ഓർഫനേജസ്, ഡെസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ട് വീടുകൾ ഇതെല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണമാണ് വന്നിട്ടുള്ളത്. 1206 മുതൽ 1526 വരെയുള്ള ഒരു ടൈം പീരീഡിലാണ് ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം നടന്നിട്ടുണ്ടായിരുന്നത്. ഡൽഹി, നോർത്ത് ഇന്ത്യക്കായിരുന്നു മെയിനായിട്ടും സുൽത്താനേറ്റിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. സുൽത്താനേറ്റ് പീരീഡിൽ രാജാവിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് പീസ്, പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്റ്റേണൽ അറ്റാക്ക്, കളക്ഷൻ ആൻഡ് റിയലൈസേഷൻ ഓഫ് ടാക്സസ്, പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദി സബ്ജക്ട്സ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ മാലിക് അലിയും ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് മെയിനായിട്ടുള്ള രാജാക്കന്മാർ. ഈ രണ്ട് പേരും ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ചാരിറ്റി വർക്ക്സും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സുൽത്താനേറ്റിലെ രാജാവായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഗവാന് അയാളുടെ എല്ലാ സ്വത്തും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു രാജാവായിരുന്നു. സുൽത്താനേറ്റ് ഭരണത്തിന് ശേഷം ഇന്ത്യയിൽ മുഗൾ രാജവംശമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 1526 മുതൽ 1700 വരെയുള്ള സമയത്ത് മുഗൾ രാജവംശമാണ് ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത്. മുഗൾ രാജാവായ ഹുമയൂണ് ആ കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു അനാചാരമായിട്ടുള്ള സതി സിസ്റ്റം പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതുപോലെ തന്നെ വേറൊരു മുഗൾ രാജാവായിട്ടുള്ള അക്ബർ ചക്രവർത്തി, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അക്ബർ ഒരുപാട് റിഫോം മൂവ്മെൻറ്റ്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു രാജാവായിരുന്നു. അക്ബർ രാജാവാണ് ഇന്ത്യയിൽ സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുള്ളത്. 1583 അദ്ദേഹം സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലാസ് ആൻഡ് റിലീജിയൻ, എല്ലാ ആൾക്കാരും തമ്മിൽ ഈക്വാലിറ്റി വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. റിലീജിയസ് ബിലീഫും റിലീജിയസ് പ്രാക്ടീസും ചെയ്യാനായിട്ടുള്ള എല്ലാ ഫ്രീഡവും അക്ബർ രാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളൊരു കോംപ്രഹെൻസീവ് സിസ്റ്റം അക്ബറിൻ്റെ സമയത്തുണ്ടായിരുന്നു. 2 രീതിയിലായിരുന്നു പുവറായിട്ടുള്ള ആൾക്കാരെ അക്ബർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു രീതി എന്ന് പറയുന്നത് ഡെയിലി കോർട്ട് നടക്കുന്ന സമയത്ത് നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് മണീൻ്റെ രൂപത്തിൽ, ക്യാഷിൻ്റെ രൂപത്തിലുള്ള റിലീഫുകൾ കൊടുക്കുക. പിന്നെ അല്ലാതെ ഒരു ഓർഗനൈസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം അതുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റെഗുലർ രീതിയിലും ഈ ഒരു ഓർഗനൈസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം വഴി ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരു സ്റ്റൈഫൻഡ് എന്നുള്ള രീതിയിലും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെഗറി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പുവറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും 3 വീടുകൾ അദ്ദേഹം കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇന്ത്യയിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 19th സെഞ്ച്വറിയിലാണ് രാജാറാം മോഹൻ റോയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് ആണ് സതി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വിഡോ റീമാരേജും ഫീമെയിൽ എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആളും കൂടിയായിരുന്നു. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറും 19th സെഞ്ച്വറിയിൽ തന്നെയായിരുന്നു. അദ്ദേഹവും വിഡോ റീമാരേജിന് വേണ്ടിയിട്ടും ഇക്കണോമിക് സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും പോളിഗമി പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിൻ്റെയും അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയുടെയും 2 പേരുടെയും എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ വിഡോ റീമാരേജ് ആക്ട് 1856 പാസ്സാക്കിയിട്ടുള്ളത്. അടുത്ത റിഫോമർ ബാൽ ശാസ്ത്രി ജാംബേക്കർ ആണ്. അദ്ദേഹവും ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, സതി, ഫീമെയിൽ ട്രാഫിക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോസൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അടുത്തത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഹീ പ്രൊമോട്ടഡ് മോഡേൺ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഡിസ്പെൻസറീസ്, മെറ്റേണിറ്റി ഹോംസ്, ഓർഫനേജസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ശശിപദ ബാനർജി ആണ്.
അദ്ദേഹം ബംഗാളിലെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള റിഫോമറാണ്. വിമൻസ് എഡ്യൂക്കേഷൻ, വിഡോ റീമാരേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുള്ള ആളാണ് ശശിപഥ ബാനർജി. പിന്നെയുള്ളത് ഗാന്ധിജിയാണ്. ഗാന്ധിജി സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഹരിജൻസിൻ്റെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുള്ള ഒരാളാണ്. ഇനി ഏതൊക്കെ ഓർഗനൈസേഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയിലെ സോഷ്യൽ വർക്കിൻ്റെ ഡെവലപ്മെൻറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ബ്രഹ്മ സമാജ്, പ്രാർത്ഥന സമാജ്, ആര്യ സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ, മുഹമ്മദൻ ലിറ്ററസി സൊസൈറ്റി, ദ ബോംബെ വിഡോ റീമാരേജ് അസോസിയേഷൻ, ബംഗാൾ ഹിന്ദു വിഡോ അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ്, ദ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഇതിൽ ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റായ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മ സമാജ് സതി അബോളിഷ് ചെയ്യാനും വിഡോ റീമാരേജിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ്. ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി 1875 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ആര്യ സമാജ് കാസ്റ്റ് സിസ്റ്റത്തിനെ ഓപ്പോസ് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് എഫേർട്സ് ആര്യ സമാജ് എടുത്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദിൻ്റെ രാമകൃഷ്ണ മിഷൻ ഒരുപാട് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ജനറൽ ഹെൽപ്പ്, ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള എഫേർട്സുകളൊക്കെ എടുത്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ഇനി മോഡേൺ പീരീഡിൽ മോഡേൺ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മോഡേൺ സോഷ്യൽ വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. 19th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ ക്രിസ്ത്യൻ മിഷണറീസ് ഒരുപാട് ഓർഫനേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഡെസ്റ്റിറ്റ്യൂട്ട് മെൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ട്. ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയറിൽ നല്ലൊരു റോൾ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആക്ച്വലി 20th സെഞ്ച്വറിയിലാണ്. മുൻപേ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അബോഷൻ ഓഫ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് 1870, അബോളിഷൻ ഓഫ് സതി 1829, അബോളിഷൻ ഓഫ് സ്ലേവറി 1843. പക്ഷെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എഫിഷ്യൻ്റായിട്ട് ഇപ്പോഴാണ് മോഡേൺ സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ നടക്കുന്നത്. 1936 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടിസ്സാണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കോഴ്സായിട്ട് ഇന്ത്യയിൽ വരുന്നത്. കേരളത്തിൽ സോഷ്യൽ വർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1954 സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയാണ്. പിന്നീട് അത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് കോളേജുകളും യൂണിവേഴ്സിറ്റികളും BSW, MSW, MPhil, PhD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.